ഹേ ഗൈസ്, അപ്പോൾ എ ബി ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ നമ്മൾ ശരിക്കും നമുക്ക് ഫുട്ബോൾ കിട്ടുന്ന നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ മാപ്പ് എടുത്ത് നമ്മുടെ പാളയംപാലം ടു ജമ്പി റൂട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തേർഡ് മാപ്പ് എത്തുന്നവരെ നമ്മൾ മാപ്പ് നോക്കി തന്നെ മാപ്പ് ഫോളോ ചെയ്ത് തന്നെ പോകുക. എല്ലാം ചെറിയ ചെറിയ ലോഡിങ് മാപ്പുകളാണ്. പെട്ടെന്ന് ഇവിടെ നിന്ന് ഓരോ മാപ്പ് തീരുന്നുണ്ട്. നമ്മൾ ഈ റൂട്ടിൽ തന്നെ നമ്മുടെ ഒരു ഓഫ് റോഡ് റൂട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ റെക്കോർഡ് ചെയ്ത് തന്നപ്പോഴത്തേക്കും അവിടെ എത്തിയപ്പോഴത്തേക്കും വീഡിയോ 7 മിനിറ്റാണ് ഗൈസ്. പിന്നെ ഷോർട്സിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഞാൻ 3x സ്പീഡിലൊക്കെ ഇട്ട് നോക്കി, പക്ഷേ അന്നേരം റോഡൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് സെക്കൻഡ് മാപ്പ് എത്തുമ്പോൾ ഇങ്ങനത്തെ റോഡൊക്കെ കിട്ടുക. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം സെക്കൻഡ് മാപ്പ് ഇപ്പോൾ തീരും, ഏകദേശം തീരാനായിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ക്രൗണിൻ്റെ യോദ്ധാവാണ്. കിടിലൻ കൺട്രോളാണ്, സീൻ വണ്ടിയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഈ ക്രൗണിൻ്റെ വണ്ടിക്ക് നമ്മൾ ഈ ഒരു സ്പടികം എങ്ങനെ എടുക്കുന്നതെന്നുള്ളൊരു വീഡിയോ ചെയ്തായിരുന്നു. നമ്മുടെ നോൺ PCCയുടെ വണ്ടി തന്നെയാണ് നമ്മുടെ ക്രൗണും. സ്പടികത്തിന് റിവർ കയറ്റിയിട്ടാണ് നമ്മൾ ക്രൗൺ ആകുന്നത്. ഇതിൻ്റെ റിവർ ആഡ് ചെയ്യുന്ന കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പം റിവർ നമുക്ക് ഈ വണ്ടികളിലൊക്കെ നമുക്ക് ഡ്രൈവിൽ പോയിട്ട് വേണം ഡയറക്റ്റ് ലിങ്കിൽ നിന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് മാപ്പ് ഏകദേശം ഇവിടുന്ന് കഴിയും. നമ്മളിപ്പോൾ തേർഡ് മാപ്പിലായിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഒരു ജംഗ്ഷൻ കിട്ടും. നമുക്ക് ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകുമ്പോൾ വേറെ തെറ്റാനൊന്നുമില്ല. ജംഗ്ഷൻ എത്തുന്നവരെ വേറെ തെറ്റാനും മാറാനൊന്നുമില്ല. നേരെ തന്നെ പോയാൽ മതി. ഇവിടുന്ന് നമുക്ക് ഏകദേശം എത്താൻ ഫ്രണ്ടിൽ കയറിയേക്ക് അവൻ്റെ ബേക്കിൽ നിന്നാലേ അങ്ങ് ഇഴഞ്ഞേ പോവുള്ളൂ. കണ്ടോ ആ വണ്ടിയുടെ ആ ഫിസിക്സ് കണ്ടില്ല, വളവിൽ നിന്നൊക്കെ ഏത് ഇജ്ജാതി. അപ്പോൾ നമ്മുടെ ജംഗ്ഷനിലൊക്കെ ഏകദേശം ഇങ്ങനെ ഒരു കാർ വാഷൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു ജംഗ്ഷൻ കിട്ടും. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലോട്ട് പോകണം. മാപ്പിൽ നേരെ പോകാനൊക്കെ കാണിക്കുക. റൈറ്റിലോട്ട് നമ്മൾ നേരെ പോയി കഴിയും. നമ്മളിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്ത് ഓഫ് റോഡ് ഉണ്ടായിരുന്നു, സസ്പെൻഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ റോഡിലെത്തി ഈ റോഡിൻ്റെ അവസാനം വരെ ഓടിക്കുക. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിൽ കൂടെ വണ്ടി തുള്ളിയൊക്കെ പോകുന്നതാണ്. ക്രൗണ്ടൊക്കെ സസ്പെൻഷൻ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഏത് വണ്ടി സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ഇജാതി റോഡ്. ഈ റോഡിൽ കൂടെ ഓടിച്ച എല്ലാ വണ്ടിയുടെ സസ്പെൻഷൻ നമുക്ക് മനസ്സിലാവും. സ്റ്റെബിലിറ്റി, അതിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ. ക്രൗഡിനൊക്കെ നല്ല കൺട്രോളുണ്ട്, നല്ല ആ കയ്യിൽ നിൽക്കുന്നുണ്ട്. MVD സൈഡ് കൊടുത്തേക്കാം. എന്നാലും അവന്മാർ മാറരുത്, നമ്മൾ മാറിക്കണം. നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ടായിപ്പോയി, ഇല്ലെങ്കിൽ ഇടിച്ചേൽപ്പിച്ചിട്ടങ്ങ് പോകുമായിരുന്നു ഗൈസ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ റോഡും കഴിയാനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വണ്ടികളൊന്നും നോക്കണ്ട, ഇടിച്ചേൽപ്പിച്ചങ്ങ് പൊക്കോ. ആ MVDക്ക് ചെയ്ത് തട്ടി കിട്ടി. എന്നിട്ട് വഴിക്ക് നിൽക്കുന്നുണ്ടല്ലോ മാറിക്കണം മുണ്ടയ്ക്ക് ശേഖര. അപ്പം നമ്മൾ അവിടുന്ന് ആ റോഡ് കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ ഇങ്ങ് വരിക. നേരെ വന്നിട്ട് നേരെ വരുമ്പോൾ നമ്മളിപ്പോൾ കയറി പോയിട്ടൊരു റോഡ് കാണും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ സൈഡിൽ തന്നെയായിട്ട് മുന്നിൽ തന്നെ നമുക്ക് ഇങ്ങനൊരു വർക്ക്ഷോപ്പ് വേണം. വർക്ക്ഷോപ്പിന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഹിഡൻ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ. ഹിഡൻ എന്നല്ല, നമ്മൾ ഇത് നേരത്തെ തന്നെ ഉള്ള ഗ്രൗണ്ടാണ്, നമ്മൾ ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൗണ്ടാണ്. വണ്ടിയിൽ നിന്നിറങ്ങി നമ്മൾ സെൻറ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു നടുക്കൊരു ഫുട്ബോൾ നടക്കുന്നത് കാണാൻ പറ്റും. ഈ ബസ്സിൻ്റെ അകത്ത് കളിക്കാൻ ഒരു ബോളും ഗ്രൗണ്ടും അടക്കമുള്ള സ്ഥലം ഇതാണ്. വേറെ ഇഷ്ടം പോലെ ടർഫ് ഗ്രൗണ്ടും ഫുട്ബോൾ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട്. ഒറ്റ സ്ഥലത്ത് പോലും ബോളും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ റോഡ് ടു 12K ആണ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.